കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജാണ് മരിച്ചത്. SARുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം കാരണമാണ് ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം. മുഹമ്മദ് റഹീസ് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, വിശദാംശങ്ങൾ. ഉന്മേഷ്, ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO ആയിട്ടുള്ള അനീഷ് ജോർജ്, ഇദ്ദേഹം ഏറ്റുകൊടുക്ക സ്വദേശിയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ SIRന്റെ ഫോമുമായി ബന്ധപ്പെട്ടുള്ള ജോലി സമ്മർദ്ദം അത് വളരെ വലുതായിരുന്നു. അത് രാത്രി 2 മണിക്കും 3 മണിക്കുമൊക്കെ ഇരുന്ന് ഫോം തിരയുകയായിരുന്നു ഇന്നലെയും എന്നുള്ളതാണ് വീട്ടുകാരൊക്കെയും പറയുന്നത്. അല്പസമയം മുൻപാണ് ഈ വിവരം പുറത്തു വരുന്നത്. രാവിലെ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. നിലവിൽ അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പയ്യന്നൂർ അവിടെ ഒരു സ്കൂളിലെ പ്യൂണാണ് ഇദ്ദേഹം. 18-ാം ബൂത്തിലെ BLO ആണ് ഇദ്ദേഹം. അങ്ങനെ ഈ ജോലി സമ്മർദ്ദത്തിന്റെ വിവരങ്ങളൊക്കെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഹൃത്തുക്കളുമായി പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരു 1.5 ആഴ്ചയായി മുഴുവൻ സമയവും ഏതാണ്ട് ഈ SIRന്റെ ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പാർട്ടിക്കാരുമൊക്കെയായി ചേർന്നുകൊണ്ട് ഈ ജോലി അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കാരണം ഇത് ഒരു വലിയ ഏരിയയിൽ കൃത്യമായി ഫോം വിതരണം ചെയ്യുക, അവരോട് ഏതാണ്ട് 24 മണിക്കൂറും സംസാരിക്കേണ്ട നിലയിലേക്കാണ് ഇപ്പോൾ ഈ BLOമാരുടെ പ്രവർത്തനം പോകുന്നത്, അവരുടെ ജോലി പോകുന്നത്. കാരണം ഒരു തെറ്റുപോലും പറ്റാതെ ഈ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരാൾ തന്നെ ഇവരെ 4-5 തവണ വിളിക്കേണ്ട സ്ഥിതിയുണ്ട്. അപ്പോൾ സങ്കീർണമായിട്ടുള്ള പ്രോസസ്സാണ് ഈ SIRന്റെ ഫോമുമായി ബന്ധപ്പെട്ട് അത് ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത് എന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആരോപിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു BLO ജോലി സമ്മർദ്ദം മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന ആരോപണം ഉയരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു BLOയുമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് 4-ാം തീയതി ഡിസംബർ 4-നായിരുന്നു ഈ ഫോം ഫില്ല് ചെയ്ത് കളക്ട് ചെയ്ത് തിരികെ ഏൽപ്പിക്കേണ്ടത് എന്നുള്ള വിവരമാണ് ആദ്യം ഇവർക്ക് ട്രെയിനിങ്ങിലും മറ്റുമൊക്കെ നൽകിയിരുന്നത്. പക്ഷെ അതിന് പിന്നാലെ ഇപ്പോൾ അടിക്കടി ഓരോ ദിവസവും ഇത് എത്രയും വേഗം തിരികെ നൽകണമെന്ന രീതിയിൽ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. മേലുദ്യോഗസ്ഥർ സ്ഥിരമായി വിളിക്കുന്നുണ്ട് എന്നുള്ള. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ഒരു അവലോകന യോഗമുണ്ട് തിരുവനന്തപുരത്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശ്രദ്ധയിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് പെടുത്തിയതാണ്. CPM ഒക്കെ അക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. നിങ്ങളിത് നീട്ടൂ, ഈ വളരെ വേഗം ഇത് പൂർത്തീകരിക്കാനുള്ള ശ്രമം ഇങ്ങനെ നടത്തരുത്, നീട്ടി നൽകണം, BLOമാർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടില്ല എന്ന് കോൺഗ്രസ് ആ യോഗത്തിൽ ആരോപിച്ചതാണ്. പക്ഷേ ഇതുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അന്ന് ആ യോഗത്തിൽ വ്യക്തമാക്കി. അതായത് ഈ ജോലി സമ്മർദ്ദം എന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം അത് ശരിയാണെന്ന് വ്യക്തമാകുന്നുണ്ടോ ഇപ്പോൾ ഈ മറ്റു BLOമാരോടക്കം സംസാരിക്കുമ്പോൾ റഹീസ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ? ഉന്മേഷ്, നിശ്ചയമായും അത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം വീട്ടിലെ ഒരു കാര്യങ്ങൾക്ക് പോലും ഒരു നിമിഷം പോലും മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്നാണ് അല്പസമയം മുൻപ് നമ്മൾ വിളിച്ച കൊല്ലം ജില്ലയിലുള്ള ഒരു BLO നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു പ്രദേശത്തെ ഒരു മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ബൂത്തുകളിലെ മാത്രമോ പ്രശ്നമല്ല. കാരണം എല്ലാ BLOമാരും ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നതിന് കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇപ്പോൾ ഏറ്റുകുടുക്കയിൽ നടന്നിരിക്കുന്നത്. അദ്ദേഹം സുഹൃത്തുക്കളോട് നിരന്തരമായി പറഞ്ഞിരുന്നു, ഈ പ്രദേശത്തെ ഒട്ടുമിക്ക പാർട്ടി പ്രവർത്തകരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഒരു പാർട്ടിയും ഇല്ലാതെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതും അത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം BLOമാർക്ക് വളരെയധികമായി കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആണ് ഇത്തരത്തിലൊരു ഈ SIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലവിൽ നിൽക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത്രയധികം വോട്ടർമാർ അത്രയും തെരഞ്ഞെടുപ്പിനെ പ്രധാനമായും കാണുന്ന വോട്ടർമാരാണ്. അത്ര പ്രാധാന്യത്തോടെ കാണുന്നവർ ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം BLOമാരെ സമീപിക്കുന്നുണ്ട്, അവരെ വിളിക്കുന്നുണ്ട്. കേവലം ഫോം വാങ്ങി പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരിൽ നിന്നും ഓരോ വിവരവും പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം തവണ വിളിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഈ BLOമാരുമായി സഹകരിച്ചാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അവർ BLOമാരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് 2002-ലാണ് കേരളത്തിൽ അവസാനമായി SIR നടന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പല BLOമാരുടെ പക്കലുമില്ല. അത് വോട്ടർ പട്ടികയൊക്കെയും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് പലരും ഈ നമുക്കറിയാം ഈ ചില പാർട്ടികളൊക്കെയും ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പല സംഘടനകൾ ഒരുക്കുന്നു. അപ്പോൾ അതിനിടയിൽ SIR എന്നുള്ളത് അമിതമായി BLOമാർക്ക് സമ്മർദ്ദം നൽകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം ഉയർന്നു വരുന്ന ഒരു ആരോപണം എന്ന രീതിയിലൊക്കെയാണ് അതിനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നതെങ്കിൽ അത് സത്യസന്ധമാണ്, അത് വസ്തുതയാണ്, ആരോപണമല്ല എന്ന് തെളിയിക്കാൻ
ജയിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കണ്ണൂർ ഏറ്റുകൊടുക്കയിൽ നടന്നിട്ടുള്ളത്. കാരണം 4-ാം തീയതി ഈ ഒരു ഫോം തിരികെ വാങ്ങി നൽകിയാൽ മതി. ഡിസംബർ 4 എന്ന് പറയുമ്പോൾ ഇനിയും അതിന് 2 ആഴ്ചയിലധികം സമയമുണ്ട്. അപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ഓരോ ദിവസവും ഇവർക്ക് കൂടുതലായി ഇങ്ങനെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് നൽകണം, എത്രയും പെട്ടെന്ന് ഫോം തിരിച്ചു വാങ്ങി നൽകണം, അത് ഓരോ ജില്ലയിലെയും പെർസെന്റേജ്, ഫില്ല് ചെയ്ത പെർസെന്റേജ്, ഫോം തിരിച്ച് കളക്ട് ചെയ്ത പെർസെന്റേജ്, ഇതൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് മേലുദ്യോഗസ്ഥർ സ്ഥിരമായി വിളിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ BLAമാർ കൂട്ടത്തോടെ ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ജോലി സമ്മർദ്ദം വളരെ കൂടുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ BLO അനീഷ് ജോർജ്, 44 വയസ്സുള്ള ആളാണ്. അപ്പോൾ ഇയാൾ ഇത്തരത്തിൽ ഇന്നലെ രാത്രി വരെയും, വീട്ടുകാർ പറയുന്നതനുസരിച്ച് ഇന്നലെ 2 മണി വരെയും ഇങ്ങനെ ഈ ഫോമുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.